എല്ലാവർക്കും നമസ്കാരം. ഐപ്ലസിന്റെ പുതിയൊരു BBQ സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ 2024 ജനുവരിയിലെ സെറ്റ് ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. The type of dislocation which results from the sharing of atomic planes within a crystal lattice. Screw dislocation ആണ്. ഇപ്പോൾ ഞാൻ പറയുന്ന കുറേ പ്രോബ്ലംസ് ഡയറക്റ്റ് ആണ്, അതായത് കുറേ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ പഠിച്ചു പോകുക എന്നുള്ളതാണ് വഴി. നമുക്ക് നോർമൽ കോണ്ടന്റ് ക്ലാസ്സുകൾ അത് അധികമായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഇതെല്ലാം വളരെ സ്കാറ്റേർഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പറയുമ്പോൾ അത് നോക്കി പോവുക. ഇത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഈ ഭാഗം എന്നുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന ചോദ്യങ്ങളുമാണ് കേട്ടോ. 102. Which of the following material is known to exhibit ക്വാസി ക്രിസ്റ്റൽ സ്ട്രക്ചർ? ക്വാസി ക്രിസ്റ്റൽ സ്ട്രക്ചർ കാണിക്കുന്ന ഏതാണെന്നുള്ളതാണ്. അലുമിനിയം ആണ്, ഓപ്ഷൻ സി. In a transistor, IC is equal to 100 milliampere and IE is equal to എത്രയാണ് 100.5 milliampere. The value of beta is ഈ IE ക്യാപിറ്റൽ ഇ ആട്ടാ, ക്യാപിറ്റൽ ഇ. ഓക്കെ, ദെൻ ബീറ്റ എത്രയാണെന്നുള്ളതാണ് നമ്മളോടുത്ത ചോദ്യം. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ആൽഫ, ബീറ്റ, ഗാമ എന്തിൻ്റെയൊക്കെയാണെന്നാണ്. ആൽഫ ആണെങ്കിൽ നമ്മൾ IC/IE എന്നെഴുതും, IC/IE എന്നെഴുതും. ബീറ്റ ആണെങ്കിൽ നമ്മൾ IC/IB എന്നാണ് നമ്മൾ എഴുതുന്നത്. ഗാമ ആണെങ്കിൽ നമ്മൾ IE/IB എന്നാണ് എഴുതുന്നത്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടറുടെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആൽഫ ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. ആൽഫ സമയം എന്താണ്? IC/IE ആണ് അല്ലേ, IC/IE. IC എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ആണ്. 100/100.5 എന്ന് കിട്ടും. സമം നമുക്കിവിടെ 0.995 എന്ന് നമുക്ക് എഴുതാം, 995 എന്ന് എഴുതാം. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു റിലേഷൻ ഉണ്ട്. ഈ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 - ആൽഫ. ആൽഫ/1 - ആൽഫയാണ് ബീറ്റ എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.995/1 - 0.995 എന്ന് കിട്ടും. ഇത് നമുക്ക് 199 അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമുക്ക് 200 എന്ന് എടുക്കാം. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഉത്തരം, ഓപ്ഷൻ ഡി. 104. The phase difference between the input and output voltage in common base arrangement. കോമൺ ബേസ് അറേഞ്ച്മെൻറ്റിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഫേസ് ഡിഫറൻസ്? നമ്മളിപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിലേക്ക് നമ്മളൊരു ഇൻപുട്ട് ഇങ്ങനെ കൊടുത്തു എന്ന് വിചാരിക്കുക, മനസ്സിലായോ? ആ ഇൻപുട്ട് ട്രാൻസിസ്റ്ററിൻ്റെ അകത്തുകൂടി കടന്ന് പുറത്തേക്ക് വന്നിട്ട് പുറത്ത് വരുന്ന സമയത്ത് നമുക്ക് അതേ ഫേസ് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ സെയിം ഫേസ് ആണെന്ന് പറയും. മനസ്സിലായോ? തലകുത്തിയാണെങ്കിൽ 180 ഫേസ് ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ കോമൺ ബേസ് ആണെങ്കിൽ ഇൻപുട്ടും അതുപോലെ തന്നെ ഔട്ട്പുട്ടും തമ്മിൽ എന്തില്ല? ഫേസ് ഡിഫറൻസ് ഇല്ല. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ചോയ്സ്. 105. If the power and current gain of a transistor amplifier are 16500 and 100 respectively, then voltage gain is, then voltage gain എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ചെയ്യാനായിട്ടൊന്നുമില്ല സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്ത്. കാരണം ഈ 16500-നെ ഒരു 100 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ഉത്തരം കിട്ടും. എത്രയാ? 165. മനസ്സിലായോ? ദ പവർ ആൻഡ് കറണ്ട് ഗെയിൻ ഓഫ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ 16500 ആൻഡ് 100 റെസ്പെക്റ്റീവ്ലി, ദെൻ വോൾട്ടേജ് ഗെയിൻ. റേഷ്യോ എടുത്താൽ മതി. 165, ഓപ്ഷൻ എ. RC കപ്ലിംഗ് ഈസ് നോട്ട് യൂസ്ഡ് ടു ആംപ്ലിഫൈ എക്സ്ട്രീംലി ലോ ഫ്രീക്വൻസീസ്. കുറഞ്ഞ ഫ്രീക്വൻസികൾ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ RC നെറ്റ്വർക്കുകൾ കപ്ലിംഗ് ഉപയോഗിക്കാറില്ല. കാരണം എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്. ഇലക്ട്രിക്കൽ സൈസ് ഓഫ് കപ്ലിംഗ് കപ്പാസിറ്റർ ബിക്കം വെരി ലാർജ്, അതുകൊണ്ടാണ്. 107. ദ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഓഫ് ആൻ ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ഒരു ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്താണ്? നമ്മൾ ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ കുറേ കണ്ടീഷൻസ് പഠിച്ചിട്ടുണ്ട്. എല്ലാ കണ്ടീഷൻസും മസ്റ്റായിട്ടും കാണാണ്ട് പഠിക്കണം. അപ്പോൾ അതിൽ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് വെച്ചാൽ അത് ഇൻഫിനിറ്റി ആണ് കേട്ടോ. സോ സി. അടുത്തത്, ദ ഡെസിമൽ ഇക്വലന്റ് ഓഫ് എ ഹെക്സാഡെസിമൽ നമ്പർ 1A ഈസ്. IA അല്ല, 1A. എന്താണ്? 1A ഈസ്. ദ ഡെസിമൽ ഇക്വലന്റ് ഓഫ് ഹെക്സാഡെസിമൽ നമ്പർ ഈസ് 1A ഈസ്. 1Aയുടെ
ഹെക്സാഡെസിമൽ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 0 മുതൽ 9 വരെ നമ്പേഴ്സ് കഴിഞ്ഞാൽ പിന്നെ 10, 11 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ 10ന് പകരം നമ്മൾ എ ആണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായി? എ ബി സി ഡി എഫ് ഇവരെ എഴുതേണ്ട 10, 11, 12. കാരണം 16 നമ്പറുകൾ വരണ്ടേ. 15 വരെ നമുക്ക് എഴുതാം. 11 ബി, 12 സി, അങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെ 1A ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ളത് തന്നെ എടുക്കണം നമ്മൾ. ഇപ്പോൾ എ ആണ്. എയുടെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? എ കറസ്പോണ്ടിങ് നമ്പർ 10 ആണ്. അപ്പോൾ നിങ്ങൾ 10 ഇൻറ്റു 10 ഹെക്സ അല്ലേ, അപ്പോൾ 16⁻0 എന്ന് എഴുതണം. മനസ്സിലായോ? 16⁻0 എന്ന് എഴുതണം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 10. കാരണം എനിത്തിങ് റേസ്റ്റ് 0 എന്ന് വെച്ചാൽ 1 ആണ്. 16⁻0 1 ആണ്. ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ 1 ആണ് അല്ലേ. 1 എന്ന് വെച്ചാൽ എന്താ? 1 തന്നെയാണ്. കാരണം 0 മുതൽ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 ഇൻറ്റു 16 എന്തെഴുതണം? 1 എന്ന് എഴുതണം. ഓക്കെ, അടുത്ത നമ്പറാണ്. നമ്മൾ ഈ ഇങ്ങനെ നമ്പർ ഇട്ട് താഴെ 2�0, 2�1, 2�2 എന്ന് എഴുതില്ലേ? എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. മനസ്സിലായോ? എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ എഴുതുന്നത്. 1A എന്ന് പറയുമ്പോൾ നമുക്ക് 16⁻0, 16⁻1. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇത് രണ്ടും കൂടി പരസ്പരം കൂട്ടുക. അപ്പോൾ ഇവിടെ 16⁻1 ആണെങ്കിൽ ഇനിയിപ്പോൾ ഒരു നമ്പർ കൂടി പുറകോട്ടുണ്ടായിരുന്നെങ്കിൽ 16⁻2 നമ്മൾ എടുത്തേനെ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 16. രണ്ടും കൂടി പ്ലസ് ചെയ്യുക. രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 26 എന്ന നമ്പർ കിട്ടും. 26. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ചോയ്സ്. കണ്ടോ? 109. In a clock SR flip-flop, the role of clock signal is ന്റെ റോള്. ഇറ്റ് എനേബിൾ ഓർ ഡിസേബിൾ ദ ഫ്ലിപ്പ്-ഫ്ലോപ്പ്. ഫ്ലിപ്പ്-ഫ്ലോപ്പുകളെ എനേബിൾ ചെയ്യാൻ ഡിസേബിൾ ചെയ്യാൻ നമ്മൾ ക്ലോക്ക് സിഗ്നൽസ് അതിനകത്തേക്ക് കൊടുക്കുന്നത്. സ്വിച്ച് പോലെയാണ്. ഓപ്ഷൻ സി. The digital integrator circuit which is commonly used for binary addition. ബൈനറി അഡിക്ഷന് വേണ്ടിയിട്ട് നമ്മൾ മോസ്റ്റ് കോമൺലി ഡിജിറ്റൽ സർക്യൂട്ട് ഉപയോഗിക്കുന്നത് ഏതാണെന്നുള്ളതാണ്. ആഡർ ആണ്. ഫുൾ ആഡർ, ഹാഫ് ആഡർ ആണ് കേട്ടോ. 110. How many general purpose registers are there in 8085 microprocessor? 8085 microprocessor എത്ര ജനറൽ പർപ്പസ് രജിസ്റ്ററുകളുണ്ട്? 6 ജനറൽ പർപ്പസ് രജിസ്റ്ററുകളുണ്ട്. കാണാതെ പഠിച്ചാൽ മതി. ഓപ്ഷൻ സി. Calculate the energy of photon with a wavelength of 600 നാനോമീറ്റർ. സിമ്പിൾ ചോദ്യം അല്ലേ. 600 നാനോമീറ്റർ ഉള്ള ഒരു ഫോട്ടോണിൻ്റെ അല്ലെ, ലൈറ്റ് പാക്കറ്റ് ആണ് ഫോട്ടോണിൻ്റെ എനർജി എത്രയാണ്? നമുക്കറിയാം E ഈക്വൽ ടു എന്താണ്? hν ആണ് അല്ലേ. സോ hν-ക്ക് പകരം c/λ എന്ന് എഴുതാം. നമ്മളൊരു ബോക്സ് ഒക്കെ വരച്ചിട്ടില്ലേ, c/λ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. c/λ ന്യൂ ഫ്രീക്വൻസി ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ hc/λ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് h ആണെങ്കിൽ 6.626 into 10⁻⁻34 into 3 into 10⁸ whole divided by lambda 600 into 10⁻⁹ മീറ്റർ അല്ലേ. അപ്പോൾ ഇത് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി കിട്ടുന്നത് 3.31 into 10⁻⁻19 ജൂളാണ്. അതായത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ചോയ്സ്. ഇത് ചെയ്യാൻ പറ്റും. ആദ്യം നിങ്ങൾ ഈ പവറുകൾ റിസോൾവ് ചെയ്താൽ മതി എന്നേ. അപ്പോൾ സുഖം. ബാക്കി പിന്നെ സിമ്പിൾ അല്ലേ. ഓപ്ഷൻ എ കിട്ടും. ചോദ്യം. The moment of inertia of a uniform circular disk of radius r and mass m about an axis touching the disk at its diameter, the normal to the disk is. എന്താണ്? ഡയറക്റ്റ് ചോദ്യമാണ്. എത്രയാണ്? 3/2 mr². കാൽക്കുലേറ്റ് ഇന്റഗ്രൽ ഇന്റഗ്രൽ 0 to 2π sin 2x dx. എന്ത് ചെയ്യാൻ പറ്റും? സാധാരണ ഇന്റഗ്രൽ തന്നെ. ഈ cos 2xന്റെ ഇന്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? അല്ല, sin 2xന്റെ ഇന്റഗ്രൽ എന്ന് വെച്ചാൽ എന്താണ്? അത് cos 2x എന്ന് എഴുതുക. ഓക്കെ, നമുക്കറിയാം d/dx sin x എന്ന് വെച്ചാൽ cos x ആണ്. ഇന്റഗ്രൽ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു മൈനസ് കൂടി കൊടുക്കണം. കാരണം ഇത് മൈനസ് ആണ്. മൈനസ് ഇന്റഗ്രൽ എടുക്കുന്ന മൈനസ് 0 മുതൽ 2π വരെ. അത് കൂടാതെ ഏതിനെയാണോ x ആയിട്ട് സങ്കല്പിക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് ഡിവൈഡ് ചെയ്യണം. 2xന്റെ ഡെറിവേറ്റീവ് 2 ആണ്. അപ്പോൾ ഒരു -1/2 ഞാൻ കോമൺ ആയിട്ട് പുറത്തിട്ടിട്ട് ബാക്കിയൊക്കെ ലിമിറ്റ് കൊടുക്കാം. cos 2x ഫ്രം ലിമിറ്റ് 0 to π വരെ സമം -1/2 ഇൻറ്റു cos 2x എന്ന് പറയുമ്പോൾ നമുക്കതിനെ cos 2π മൈനസ് cos 0 എന്ന് എഴുതാം. സമം -1/2 ഇൻറ്റു cos 2π. cos 2π 1 ആണ്. സോ 1 - 1 0. സോ സമം 0. സാധാരണ ഇന്റഗ്രൽ ആന്നേ.
ഓപ്ഷൻ എ ആണ് കിട്ടുന്നത്. 0 എന്നുള്ള ഉത്തരം എത്രയാണ്? ഓപ്ഷൻ എ 0 എന്നുള്ള ഉത്തരമാണ് നമുക്ക് ഇതിന് റൈറ്റ് ചോയ്സ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ. ചോദ്യം, എ സ്റ്റീൽ ബീം വിത്ത് യങ്സ് മോഡുലസ് 210 GPa, വലിയ വാല്യൂ ആണ്, എക്സ്പീരിയൻസസ് എ സ്ട്രെയിൻ ഓഫ് 0.002. വാട്ട് ഈസ് സ്ട്രെസ് അപ്ലൈഡ്? വാട്ട് ഈസ് ദി സ്ട്രെസ് അപ്ലൈഡ് എന്നാണ് ചോദ്യം. ടു ദ ബീം എന്നാണ് ചോദ്യം. നമുക്കറിയാം ഈ യങ്സ് മോഡുലസ് അനുസരിച്ചിട്ട് നമുക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യങ്സ് മോഡുലസ് y ഇൻറ്റു എന്താണ്? സ്ട്രെയിൻ. കാരണം സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ, കോൺസ്റ്റന്റ് ആണ് യങ്സ് മോഡുലസ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? യങ്സ് മോഡുലസിന് യൂണിറ്റ് ഇല്ല, അപ്പോൾ അത് നമുക്ക് അതുപോലെ തന്നെ എഴുതാം. 0.002 ഇൻറ്റു നമുക്ക് ഉത്തരം മെഗായിലും ഉണ്ട് ജിഗായിലും ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇട്ട് നോക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കാം. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇതിനെ കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 1 MPa എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10⁶ പാസ്കൽ ആണ്. ഇനി 1 GPa എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10⁹ പാസ്കൽ ആണ്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇവിടെ എത്രയാണ്? 210 ജിഗ എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അത് അതുപോലെ തന്നെ എഴുതാം, 210 GPa. എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഉത്തരം കിട്ടുന്നുണ്ട് നോക്കുക. ഡി ഇല്ല, കിട്ടുന്നില്ല. അപ്പോൾ GPa അല്ല നമ്മൾ ഉത്തരം ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മെഗായിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മെഗായിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ 210നെ മെഗായിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 1000 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക അതിനെ. ഓക്കെ, സോ 210 ഇൻറ്റു 1000 ഇൻറ്റു 0.002 ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 420 MPa എന്ന് കിട്ടും. ഉത്തരം ഓപ്ഷൻ ബി ആണ് റൈറ്റ് ചോയ്സ്. ചോദ്യം, if 6 volt battery is connected to 3 resistors in parallel with the values 2 ohm, 3 ohm and 6 ohm respectively, then the total current in the സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് പാരലൽ കണക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് 1/R is equal to 1/R1 plus 1/R2 plus 1/R3 എന്ന് എഴുതാം. സമം 1/2 plus 1/3 plus 1/6 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒരു കോമൺ സംഖ്യ കൊണ്ട് ഗുണിക്കുക. ഇപ്പം ഞാനിവിടെ താഴെ ഇപ്പോൾ 6 വരത്തണമെങ്കിൽ ആദ്യത്തെ സംഖ്യയിൽ മുകളിൽ 3 താഴെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 3/6 പ്ലസ് ഇവിടെ 2 കൊണ്ട് 2/6 പ്ലസ് ഇവിടെ 1/6. അപ്പോൾ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്. അപ്പോൾ എല്ലാം കൂടി കൂട്ടുക. 5 1 6, 6/6 is equal to 1. അപ്പോൾ 1/R equal to 1. അപ്പോൾ R equal to എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. മനസ്സിലായോ? ഇനി നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താ? I equal to V/R ആണ്. I equal to V/R, ഓംസ് ലോ അല്ലേ? I equal to V/R ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 വോൾട്ട് ഡിവൈഡ് ബൈ 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആംപിയർ എന്ന് കിട്ടും കറണ്ട്. ഓപ്ഷൻ ബി റൈറ്റ് ചോയ്സ്. അടുത്ത ചോദ്യം, ഇത് പ്യുവർലി മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് f(x) സമം എന്താണ്? x² - 9 ഡിവൈഡഡ് ബൈ എന്താണ്? x² - 3x എന്ന് എഴുതുന്നത്. അപ്പോൾ എക്സ് 3യോട് അപ്രോച്ച് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്, അതായത് f(x) ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 എന്ന് എഴുതേണ്ടത്. 3 ഇട്ട് കൊടുക്കണം. അപ്പോൾ കൊടുക്കുമ്പോൾ 9 - 9 ഡിവൈഡ് ബൈ എന്ത് കിട്ടും? 9 - 9 ഈസ് ഈക്വൽ ടു 0/0 ഫോം കിട്ടും. അപ്പോൾ ഈ രീതിയിൽ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതിനൊന്ന് കൺവേർട്ട് ചെയ്യണം. x² - 9 a² - b² വരെ നമുക്ക് എന്ത് എഴുതാം? a + b × a - b എന്ന് എഴുതാമല്ലോ മുകളിൽ. അതായത് ഈ x² - 3² എന്നല്ലേ മുകളിൽ ടേം കിടക്കുന്നത്. ഇതിനെ a² - b² ഈസ് ഈക്വൽ ടു a - b × a + b എന്ന് എഴുതാം. അപ്പോൾ x - 3 ഇൻറ്റു എന്താണ്? x + 3 എന്ന് എഴുതാം
ഡിവൈഡ് ബൈ എക്സിന് കോമൺ ആയിട്ട് പുറത്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ എക്സ് മൈനസ് 3 എന്ന് എഴുതാം. ശരിയല്ലേ? സോ നമുക്ക് എക്സ് മൈനസ് 3യും വെട്ടിക്കളയാം. ഇനി എന്ത് ചെയ്യുക? എക്സിന് 3 എന്ന് കൊടുക്കുക. സോ 3 + 3/3 ഈസ് ഈക്വൽ ടു 6/3 ഈസ് ഈക്വൽ ടു 2 എന്നാണ് എഴുതുന്നത്. 2. ഓപ്ഷൻ സി ആണ് റൈറ്റ് ചോയ്സ്. ഓക്കെ, ഓപ്ഷൻ സി. ഇത് കറക്റ്റ് മാത്സ് ആണ്, മാത്സ് മാത്രമാണിത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കയറി വരുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, 119. A capacitor has a capacitance of 20 microfarad is charged to a voltage of 100 volt. What is the energy stored in the capacitor? സോ നമുക്ക് കപ്പാസിറ്ററിലെ എനർജി സ്റ്റോറിൻ്റെ ഇക്വേഷൻ എന്താ? എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് CV² ആണ്. സോ ഹാഫ് സി എത്രയാണ്? 20 × 10⁻⁻6 ഇൻറ്റു V² എത്രയാണ്? 100² എന്ന് എഴുതാം. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ 2 ഇത് വെട്ടിക്കളയാം, ബാക്കി 10 ഉണ്ട്. സോ 10 × 10⁻6 ഇൻറ്റു 100². ഇപ്പോൾ 4 പൂജ്യം വരും ഇവിടെ അല്ലേ? 5 പൂജ്യം ഉണ്ടാവും. ശരിയല്ലേ? 1 2 3 4 5 പൂജ്യം. അപ്പോൾ നമുക്ക് വെട്ടിക്കളയാവുന്നതൊക്കെ കളയും. ഇപ്പോൾ ഇവിടെ ഈ ഒരു 5 പൂജ്യവും ഒരു 10⁻⁻6 അവിടെ നിന്ന് പോകും. ബാക്കി ഒരു 10⁻⁻1 ആണ്. മനസ്സിലായോ? അതായത് 0.1 ജൂൾ ആണ് ഇതിൻ്റെ ഉത്തരം. ഈ ഓപ്ഷനിൽ അതില്ല. 0.1 ജൂൾ ആണ് ഇതിന് കറക്റ്റ് ചോയ്സ്. ഓക്കെ, 10 ജൂൾ അല്ല, 0.1 ജൂളേ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ വാലിഡ് ക്വാണ്ടം നമ്പർ ഫോർ എ ഇലക്ട്രോൺ ഇൻ എൻ ആറ്റം? ഒരു ഇലക്ട്രോൺ ഇൻ ആറ്റത്തിൻ്റെ വാലിഡ് ക്വാണ്ടം നമ്പേഴ്സ്. നിങ്ങൾ ആ ഓപ്ഷൻ ബി നോക്കിയേ. n = 4 കൊടുക്കുന്ന സമയത്ത് l = 1 അല്ല കേട്ടോ, ഇതെല്ലാം L ആണ്. L = 2 കൊടുക്കാം. ml ആണ്. ml = 2 കൊടുക്കാം. ms = -½ കൊടുക്കാം. സോ നമുക്ക് ഓപ്ഷൻ ബി റൈറ്റ് ചോയ്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, താങ്ക് യു.